ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പ്രിയങ്ക. ഇന്നത്തെ എൻ്റെ വീഡിയോ ഗോതമ്പ് പൊടി കൊണ്ടും നല്ല പഴുത്ത പഴം കൊണ്ടും ഉണ്ടാക്കാൻ പറ്റണ ഒരു 4 മണി പലഹാരത്തിൻ്റെയാണ്. ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഭയങ്കര ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് ഒട്ടിപ്പിടിക്കോ എന്നുള്ള ഒരു സംശയമേ ഇല്ല. ഇതിലോട്ട് ഒരു ചെറിയ സ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ ചേർക്കാം. ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 1/4 കപ്പ് അമർത്തി അളന്നതാണ്. ഇത് തേങ്ങ ചുരണ്ടിയത് ചേർത്ത് ഇതൊന്ന് സ്ലോ റോസ്റ്റ് ചെയ്യാം. തേങ്ങ ഒന്ന് വലിയണ വരെ, ഒന്ന് ഡ്രൈ ആവണ വരെ 5 മിനിറ്റ് സ്ലോ റോസ്റ്റ് ചെയ്യാം. അതിന് ശേഷം ഒരു പഴുത്ത പഴം 4 കീറി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് പഴം കുക്ക് ചെയ്യുക. പഴം നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര 2 വലിയ ടേബിൾ സ്പൂൺ പൊടി ചേർത്ത് നന്നായിട്ടിത് വഴറ്റി യോജിപ്പിക്കുക. അപ്പോൾ നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കുക്കായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഒന്ന് വേണമെങ്കിൽ ഉടച്ച് കൊടുക്കാട്ടോ ഈ തവി കൊണ്ട്. അതിൽ ഓപ്ഷണലാണ് ഉടയ്ക്കുകയോ ഉടയ്ക്കാതിരിക്കുകയോ ചെയ്യുന്നത്. അതിനുശേഷം അടുപ്പ് ഓഫാക്കുക. ഇനി ഒരു ബൗളിൽ മുട്ട ഒരെണ്ണം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. ഇതിലോട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കുക. മുട്ടയും ഗോതമ്പ് പൊടിയും കൂടിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കട്ടകളില്ലാതെ മയത്തിൽ ഇത് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വനില എസൻസ് അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഞാൻ വനില എസൻസ് 1/4 ടീസ്പൂണാണ് ഇവിടെ ചേർത്തേക്കുന്നത്. ഏലക്ക പൊടിച്ചത് 1/4 ടീസ്പൂൺ ചേർത്താലും മതി. ഇനി ഈ ബാറ്ററിലോട്ട് പഴം തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പഴത്തിൻ്റെ ഞാൻ ഒരു പഴം എന്ന് പറയുന്നത് ഒരു പഴം തന്നെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ തേങ്ങ 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ ചേർക്കാട്ടാ. തേങ്ങ കൂടുതൽ ചേർക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷെ പഴം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ട് ഈ അപ്പം ചാൻസ് ഉണ്ട്. പിന്നെ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലോട്ട് പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ ചേർക്കാട്ടാ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഴം വഴറ്റേണ്ട സമയത്ത് കുക്ക് ചെയ്യേണ്ട സമയത്താണ് ചേർത്തേക്കുന്നത്. ഈ ബാറ്ററിൽ ഇനി കുറവാണെന്ന് തോന്നിക്കുകയാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ബാറ്ററിൽ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. ഈ ബാറ്റർ കുറച്ച് കട്ടിയായിട്ട് വേണം ഈ ബാറ്റർ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി പാൻ ചൂടാക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഞാൻ എണ്ണ ഒട്ടും തന്നെ ഒഴിക്കണില്ല. ഇത് തീരെ അടിപിടിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഈ പാൻ ചൂടാകുമ്പോൾ ബാറ്റർ ഒരു തവി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കുക. ആ തവി കൊണ്ട് തന്നെ ഒരുപാട് ദോശ പരത്തുന്ന പോലെയൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് വേവിക്കുക. ടേൺ ചെയ്തതിന് ശേഷം 2 മിനിറ്റ് വീണ്ടും മൂടി വെച്ച് വേവിക്കുക. 2 സൈഡും ടേൺ ചെയ്ത് അതൊന്ന് കുക്കായിട്ട് കഴിയുമ്പോൾ നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. മീഡിയം ടു ഹൈ ഫ്ലെയിമാണ് ഞാൻ കീപ്പ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ 2 സൈഡിലും ഒരു ബ്രൗൺ കളറിൻ്റെ ഷെയ്ഡ് വരണ വരെ കുക്കാക്കണം. ഒരുപാട് ഒരുപാട് വേവിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആ സോഫ്റ്റ്നെസ്സൊക്കെ പോകും. നമുക്കറിയാലോ കുക്ക് ചെയ്ത് കഴിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഈ ഒരു അളവിൽ എനിക്ക് 6 എണ്ണമാണ് കിട്ടിയത്. കൂടുതൽ എണ്ണ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറയണ മെഷർമെൻറ്റ്സൊക്കെ കൂട്ടി ഉണ്ടാക്കിയാൽ മതി. പിന്നെ പഴം ചേർക്കാതെയും ഇത് ഉണ്ടാക്കാട്ടോ. അപ്പോൾ അതും ഒരു ഓപ്ഷനാണ്, പഴം ചേർത്തോ ചേർക്കാതെയോ ഉണ്ടാക്കുക എന്നുള്ളത്. ആദ്യത്തെ തവണ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം മധുരം കുറവുണ്ടെങ്കിൽ വീണ്ടും ഇടുക. ചൂടോടെ കഴിക്കുക. ചൂടാറിയതിന് ശേഷം ഇത് ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ പഴവും തേങ്ങയൊക്കെ ചേർത്തത് കാരണം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വീണ്ടും കഴിക്കുന്ന സമയത്ത് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ പഴത്തിൻ്റെ എമൗണ്ട് കൂട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ബ്രേക്ക് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒരു പഴമാണ് 1/2 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.